ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ 10ാമത്തെ ദിവസമാണ്. 10 ദിവസം വീഡിയോസ് ഒക്കെ ചെയ്യുവാൻ, സ്പെഷ്യൽ ക്രിസ്മസ് സീരീസ് വീഡിയോസ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവര് എല്ലാവരും പോയി നമ്മുടെ ആ 9 ദിവസത്തെ വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരും വീഡിയോ കാണാതിരിക്കില്ല. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോസ് ആണ്. അപ്പൊ ഈ കഴിഞ്ഞ 9 ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. കാണാത്തവര്, സപ്പോർട്ട് ചെയ്യാത്തവര് വേഗം നമ്മളുടെ ജോമാസ് വേൾഡ് ചാനലിൽ പോയി നമ്മളുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ, ഇന്ന് ഡിഷൊന്നുമല്ല, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ എന്നെ ഒരു രാത്രിയിൽ 8 മണിയായപ്പോഴത്തേക്കിനും ഒരു മോള് വിളിച്ചിട്ട് ജോമാൻറ്റി വെളുക്കാൻ വേണ്ടി എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഇരുന്നറവായിരുന്നു, പക്ഷെങ്കിൽ മുംബൈയിലെ നേഴ്സാണ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം നാട്ടിൽ അവധിക്ക് വന്നിരിക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മളുടെ കാലാവസ്ഥ എല്ലാം പുള്ളിക്ക് ടാൻ ഉണ്ടാക്കി. ഭയങ്കര വെയിലും ഒക്കെയല്ലേ, അപ്പോൾ ഭയങ്കര ടാനായി, അങ്ങ് വല്ലാത്തൊരു കരിവാളിപ്പോ അതും ഇതൊക്കെ ആയി. അപ്പം എന്നെ ഇന്നലെ രാത്രി വിളിച്ചു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇന്ന പോലൊക്കെ ചെയ്യാൻ പറഞ്ഞു, അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിശദമായിട്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ ടിപ്പാണ്, ആരും മിസ്സാക്കരുത് എല്ലാവരും. ഞാൻ എന്താ ഇപ്പം അത് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഫുൾ വെയിലും കൊണ്ട് കരിഞ്ഞു പോഞ്ഞ ഉച്ചയ്ക്ക് വന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്നതെങ്കിലും ഒന്ന് നമുക്ക് ഈ ടാൻ അടിച്ചു കഴിയുമ്പോൾ ഒരു വല്ലാതൊരു ഇറിറ്റേഷനെ കയ്യിലും മുഖത്തൊക്കെ. ഒരു ഷൂസ് ഇടുന്നതുകൊണ്ട് കാലിന് കുഴപ്പമില്ല, പക്ഷേങ്കിൽ മുഖത്തും കൈക്കും ഒക്കെ നമുക്കൊരു ഇറിറ്റേഷൻ വരും. വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഇതാണ്. വന്ന ഉടനെ നമ്മൾ സോപ്പിട്ട് കാലിങ്ങയും മുഖം എവിടെ പോയിട്ട് വന്നാലും കഴുകും നല്ല തണുത്ത വെള്ളത്തിൽ. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് നല്ലൊരു വേർപ്പുമുട്ടൽ വരും, ഈ അങ്ങ് പുകഞ്ഞ് അല്ലേ ദേഹമല്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു നമ്മുടെ ടാൻ പോകാനും ഗ്ലോ വരാനും നമ്മുടെ എല്ലാ പിന്നെ ഒരു ആ റഫ്നെസ് ഒക്കെ പോയി കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ടിപ്പായി ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തൂങ്ങി വരുവാണെങ്കിൽ അതൊന്ന് ടൈറ്റൺ ആകാൻ, നമ്മളുടെ മുഖമൊക്കെ ഒന്ന് ടൈറ്റൺ ആകാൻ, പിന്നെ നമ്മളുടെ കൈയൊക്കെ ഒരു റഫ്നെസ്, മുഖത്തിൻ്റെ റഫ്നെസ്, പാടുകൾ എല്ലാം പോകാൻ വേണ്ടിയുള്ള ഒരു ഇതുവരെ കാണിക്കാത്ത ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് കൂടുതലാണ്, പക്ഷെങ്കിൽ എല്ലാം വീട്ടിലുള്ളതും നിസാര വിലയ്ക്ക് കിട്ടുന്നതും നല്ല പിന്നെ എന്താ പറയുന്നത്, ഹെർബൽ നല്ല നാച്ചുറൽ ഐറ്റംസാണ്. അപ്പം അത് നമ്മൾ കുറേയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സൂപ്പർ ടിപ്പാണ്, ആരും മിസ്സാക്കരുത്. ഇനി വെളുത്തില്ല എന്നൊരു പരാതി ആരും പറയരുത്. അപ്പോൾ ഇന്നലെ ആ ചോദിച്ച മോളുടെ പേരും നാളും ഒന്നും ഞാൻ പറയത്തില്ല. ചോദിച്ച ഹായ് ദേ ജോമാൻറ്റി നിനക്ക് വേണ്ടി പിന്നെ ചെയ്തിരിക്കുക. പിന്നെ എന്നോട് ചോദിച്ചു, സാരികളൊക്കെ ഇങ്ങനെ ഉടുത്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നല്ല മിടുക്കിയായിട്ട് സ്ലിം ആയിട്ടിരിക്കുന്നു, പിന്നെ വണ്ണമൊക്കെ കുറഞ്ഞു, എന്നതാണ് ഞാൻ ചെയ്തത്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ശരീരത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്കറിയാലേ, കോഴിക്കോട്ടിൽ മുറിച്ചെടുത്ത് പച്ചക്കറിയുടെ കൂടെ അടുക്കളയല്ല, യൂട്യൂബിൻ്റെ കാര്യം, അല്ലെങ്കിൽ കൊച്ചിൻ്റെ സ്റ്റോറി, അല്ലെങ്കിൽ മാർക്ക്, ഞാൻ ഇങ്ങനെ നടക്കുന്നതാണ്. എൻ്റെ ശരീരം ശ്രദ്ധിക്കാറേ ഇല്ല. അത് ഒന്നും തേക്കാറുമില്ല, ക്രീമുകൾ പിന്നെ ഉപയോഗിക്കാറില്ല. അങ്ങനെ വല്ലതും തോന്നിയ ഇച്ചിരി പൗഡർ ഇടും, എൻചാൻഡറിൻ്റെ ഇച്ചിരി പൗഡർ ഇടും എവിടെയെങ്കിലും പോകുമ്പോൾ, അത്രയേ ഉള്ളൂ. എണ്ണമയോ വല്ലതും ഉണ്ടെന്ന് തോന്നിയ, പിന്നെ അല്ലെങ്കിൽ ഒന്നുമില്ല, ചുമ്മാ കുളിക്കുക, മുടി അഴിച്ചിടുക, ഹെയർ ബോ വെക്കുക, പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മേക്കപ്പും ഇല്ല, ഒരു പിന്നെ എന്താ പറയുന്ന ക്രീമോ അതും ഇതൊന്നും തേക്കൊന്നും ഇല്ല.
പിന്നെ ശരീരത്തിന് വേണ്ടിയും ഞാൻ ഒന്നും ചെയ്യാറില്ല. വിശപ്പിന് വല്ലതും കഴിക്കും. അത് ഇന്ന സമയമൊന്നും ഒന്നുമില്ല. രാവിലെ വിശക്കുവാണെങ്കിൽ രാവിലത്തെ കഴിക്കും, ഉച്ചയ്ക്ക് എപ്പോഴാണ് വിശക്കുന്നത് അപ്പം കഴിക്കും. അത് ഇന്നൊന്നുമില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കും. എന്നാ കിട്ടിയാലും ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിക്കാത്ത എല്ലാം ഞാൻ കഴിക്കുകയും ചെയ്യും. പക്ഷെങ്കിൽ എനിക്കുണ്ടല്ലോ ഇപ്പം കുറേ കാലങ്ങളായിട്ട് ചിക്കൻ ഭയങ്കര വെറുപ്പായി തീർന്നിരിക്കുക. ബീഫ് പിന്നെ വല്ലപ്പോഴും ചിലപ്പം തോന്നും എന്നാൽ ഒരു കഷ്ണം ഒന്ന് കഴിച്ചേക്കാന്ന് വെച്ച് പുളിശ്ശേരിയുടെ കൂടെ ബീഫ് ഇങ്ങനെ ഉലർത്തിയത് കഴിക്കാൻ ഇഷ്ടമായിട്ട് വെക്കുന്ന ദിവസം ഒന്ന് കഴിക്കും. എനിക്ക് എന്നിട്ട് വയറിന് ഫാറ്റെങ്ങാനും പിടിച്ചോന്നറിയാൻ വേണ്ടി കട്ടൻ ചായക്കകത്ത് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് ഇങ്ങനെ ചൂടോടെ ഊതി ഊതി കുടിച്ചിറക്കും. പിന്നെ ഇവിടെ അയമോദക വെള്ളമാണ് എല്ലാ ദിവസവും തിളപ്പിക്കുന്നത്. അപ്പം ഇത് നമ്മളുടെ ഫാറ്റെല്ലാം ഉരുക്കി കളയും. എല്ലാ പിന്നെ ഇതും നമുക്ക് പോകുന്ന വയറൊട്ടാൻ ഏറ്റവും നല്ലത് നമ്മൾ അയമോദകം കടുപ്പത്തി വെള്ളം തിളപ്പിച്ച് അത് വെറും വയറ്റിൽ തൊട്ട് ഇങ്ങനെ നല്ല ഊതി ഊതി ചൂടോടെ വേണം, ചൂടോടെ കുടിക്കണം. പിന്നെ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ഇഷ്ടം പോലെ പച്ചക്കറികളാണ് കഴിക്കുന്നത്. പിന്നെ ഒത്തിരി വെള്ളം കുടിക്കും. പിന്നെ ഈ ബീഫും ചിക്കനും അങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇപ്പം അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഒരു 5-6 വർഷങ്ങളായി എനിക്ക് ഭയങ്കര മടുപ്പാണ്. പിന്നെ വല്ലവരും ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ ചിലപ്പോൾ ഒരു ശകലം അത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്കതെല്ലാം വെച്ച് കഴിയുമ്പോൾ ഭയങ്കര മടുപ്പ്. ഞാൻ വെക്കുന്ന ദിവസം ചൂടോടെ ഞാൻ പറഞ്ഞില്ല പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചിലപ്പം ഒന്ന് കഴിച്ചെങ്കിലായി, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു നോൺ വെജിനോട് മുട്ട ഭയങ്കര വിരോധിയാണ്. പക്ഷേങ്കിൽ ഇടയ്ക്ക് ആരോഗ്യത്തിനും എല്ലാം ഡോക്ടർ നിർബന്ധിച്ചുകൊണ്ട് അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും ഇവിടെ കോഴിയുണ്ട്, ഇഷ്ടം പോലെ മുട്ടയുണ്ട്, ആരായാലും കഴിക്കത്തില്ല, ഭയങ്കര മടിപ്പാണ്. പിന്നെ മീൻ ഇഷ്ടം, മീൻ നിർബന്ധമാണ്. മീൻ ഇല്ലെങ്കിൽ വല്ലോ ചേന മെഴുക്കുവരട്ടിയോ കിഴങ്ങ് മെഴുക്കുവരട്ടിയോ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ട്, ചൂട് ചോറും അതൊക്കെ കഴിക്കുക. പക്ഷെ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്, മീൻ നിർബന്ധം. എല്ലാ മീനും ഒന്നും എനിക്ക് അങ്ങോട്ട് ദഹനം കിട്ടത്തില്ല, എനിക്കിഷ്ടമല്ല. എന്ന് വെച്ചാൽ ചില മീനിനൊക്കെ ഭയങ്കര ഒരു ഇതാണ്, അപ്പം എനിക്ക് പാടാം. പിന്നെ ഇഷ്ടമുള്ള മത്തി ആയാലും ഏറ്റവും ഇഷ്ടം. അതാണെങ്കിൽ വറക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, ഒറ്റ മീൻ കറി വെച്ച് പീര വെച്ച് അങ്ങനെയൊക്കെ ഞാൻ വലിയ മീറ്റൊന്നും അങ്ങനെ കണ്ടമാനം കഴിക്കാത്തതുകൊണ്ടാണോ എന്തോ കുറേ മെലിഞ്ഞ് കേട്ടോ. ശരിയാ. അപ്പോൾ ആ മോള് പറഞ്ഞ് നല്ല പിന്നെ മെലിഞ്ഞ് സ്ലിമ്മായിട്ട് നല്ല ബ്യൂട്ടി ആയിട്ടൊക്കെ ഇരിക്കുന്നതെന്ന്. എന്നാ ജോമേൻ്റി മെലിയാൻ വേണ്ടി ചെയ്തേ, എന്നാ കഴിച്ചേ? ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ എന്ത് വേണ്ടാതീനം അങ്ങനെ ചെയ്താൽ സൈഡ് എഫക്റ്റ് ഉറപ്പാണ്. കിഡ്നി പോവും, ലിവർ പോവും, എല്ലാം പ്രശ്നമാവും. ഒരിക്കലും അങ്ങനത്തെ ഒന്നും ചെയ്യണം. ആഹാരത്തിൽ ക്രമേണം. പിന്നെ ഈ കോഴിയുടെ പുറകെ ഇതിലെല്ലാം ഈ ഓട്ടമല്ലേ, ഇരിക്കത്തില്ലല്ലോ, അപ്പോൾ എക്സസൈസ് ആവുകയില്ല. അല്ലാതെ തന്നെ എനിക്ക് എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഫാറ്റൊന്നും തോന്നി ഞാൻ ഭയങ്കരമായിട്ട് മുറ്റത്ത് നിന്നാന്നേലും പെരയ്ക്കകത്ത് നിന്നാന്നേലൊക്കെ ഞാൻ നല്ലതായിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യും. എനിക്കല്ലെങ്കിൽ ഭയങ്കര അവിടെ എവിടെ ഇങ്ങനെ ഭയങ്കര ഒന്നാമത് നമുക്ക് വണ്ണം വെച്ച അന്നേരം സ്ത്രീകളുടെ ഒരു പിന്നെ സിസേറിയനൊക്കെ ചെയ്തവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പിന്നെ വയറെല്ലാം വെച്ചാൽ അല്ലേ. പിന്നെ വണ്ണമുള്ളവർക്ക് ഇച്ചിരി വയറൊക്കെ കാണും. പിന്നെ പെറ്റവർക്കൊക്കെ അങ്ങനെയൊക്കെയാന്നേ. അതൊന്നും പ്രശ്നമല്ലെന്ന് വെച്ചാൽ പ്രശ്നമാണോ? പ്രശ്നം ഇല്ലേ ഇല്ല. വലിയ അങ്ങോട്ട് വലിയ ഇതാകാതെ ബോണ്ടിയാക്കാകത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നല്ല മിടുക്കികളായിട്ടിരിക്കണം. അത് നമ്മളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ അത് അല്ലെങ്കിൽ ഒരു ഷെയിം അല്ലേ. നമ്മൾ നല്ല വൃത്തിക്ക് നല്ല എപ്പോഴും ഉള്ളത് കൊടുത്ത് നല്ല ഒത്തിരി കൂടിയതൊന്നും വേണ്ട, നല്ല വൃത്തിക്ക് നമ്മൾക്ക് ആരും കുറ്റം പറയാത്ത രീതി വൃത്തിക്ക് നടക്കണം. ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ, ആവശ്യം കഴിക്കില്ല, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഞങ്ങളിവിടെ വരുത്തി കഴിക്കുകയും പോയി കഴിക്കുകയൊക്കെ ചെയ്യും, എപ്പോഴും ഒന്നുമല്ല. അത് ഒക്കെ പോകുമ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത്, നാടനായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. വലിയ ഇതൊന്നും കഴിക്കത്തില്ല, നമ്മുടെ ഫാറ്റ് കൂടുന്ന ഒന്നും കഴിക്കത്തില്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല, പേടി കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ
ഇത് വെളുക്കാനോ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. പിന്നെ പണ്ട് എൻ്റെ അമ്മ മഞ്ഞൾ തേപ്പിച്ച് 4 പെൺപിള്ളേരെ ഞാൻ മൂത്ത 3 അനീതിമാരുണ്ട്. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഈ കളത്തിപ്പടിയാ കോട്ടയത്ത്, ഇത് കഞ്ഞിക്കുഴി ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം, അവിടെ എൻ്റെ വീട്. എൻ്റെ അമ്മ 4 പേരെ മഞ്ഞൾ തേച്ച കുഞ്ഞിലെ മുതലേ തേച്ച് നിർത്തി കുറേ കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ മങ്ങാത്ത കളറ്, വലിയ വെളുത്തല്ലേലും മങ്ങാത്ത ഒരു കളറൊക്കെ പിന്നെ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അല്ലേ ചിലപ്പോൾ ഒരു പ്രായമാകുമ്പോൾ ഇതൊക്കെ അങ്ങ് മങ്ങണ്ടിയാണ്. പക്ഷെ നമ്മൾ അന്ന് ചെയ്തത്, പിന്നെ ഇപ്പം ഞാൻ ആവശ്യമില്ലാത്ത ക്രീമുകളൊന്നും തേക്കാൻ വേണ്ടാതിനൊന്നും ഇല്ലാതെ അധികം വെയിലൊന്നും കൊള്ളാതിരിക്കുന്നതുകൊണ്ടായിരിക്കും കുഴപ്പമില്ലാത്ത. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടന്ന സമയം 22 വർഷം സ്കൂട്ടർ ഓടിച്ച്, അപ്പോഴൊക്കെ വല്ലാതെ ഡള്ളായിരുന്നു. പിന്നെ ഇപ്പോഴാണ് യൂട്യൂബിന് വേണ്ടി വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വീണ്ടും വെള്ളമൊക്കെ ഒന്ന്, അത് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ മാത്രം, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും തേച്ചുകൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. അപ്പം ഇന്ന് ഞാൻ ഫുൾ നമ്മുടെ ബോഡിയെ തേക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ എന്താ പറയുന്നത് പായ്ക്ക്, അത് ഒറ്റ ഒരു സിംഗിൾ സ്റ്റെപ്പ് സ്ക്രബിങ്ങോ ക്ലെൻസിങ്ങോ സ്ക്രബിങ്ങോ ഒന്നുമില്ല. ഞാൻ സ്ക്രബ് ചെയ്യത്തില്ല, എനിക്ക് പേടിയാണ്, സ്കിന്ന് റഫാവും. പിന്നെ അപ്പോൾ സിംഗിളായിട്ട് ഒരു പായ്ക്ക്, അതിനകത്ത് കുറച്ചേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എല്ലാം നാച്ചുറലാണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ അതാ ഇപ്പം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ലൈറ്റിൻ്റെ ഈ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞത്, ലൈറ്റിൻ്റെ കുഴപ്പം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസമാണോ ഇരുളിമയാണോ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നോട് എല്ലാവരും പറയും ഞാൻ ശരിക്കും വീഡിയോ എടുക്കുന്നത് ശരിയാകുന്നില്ല, ലൈറ്റൊന്നും കിട്ടുന്നില്ല, തെളിച്ചില്ല, അല്ല ഇരുളിമയാണ്. ഇനി അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സൂപ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എന്നും ഇത് ചെയ്തോ. ഇനിയും വെളുത്തില്ല എന്നൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നമ്മുടെ ക്രിസ്മസ് സീരീസ് 11th ഡേയുമായിട്ട് ദൈവം സഹായിച്ച നാളെ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരയുമ്മ. അയ്യോ, നമ്മുടെ മാർക്കറ്റിൽ രാവിലെ പോയിട്ട് 10 ആയപ്പോൾ പോയി, 11:30 ആയപ്പോൾ വന്നു. മാർക്കറ്റിൽ നിന്ന് ഒരു കിറ്റ്, പച്ചക്കറി കിറ്റ് 50 രൂപ, 1 കിലോ ഓറഞ്ച് 50 രൂപ, കുടംപുളി 320 രൂപ, പാവയ്ക്ക 1.5 കിലോ, നാടൻ പാവയ്ക്ക 100 രൂപ 1.5 കിലോ, പിന്നെ കാപ്പിപ്പൊടി 1/2 കിലോ, വിജയ കോഫി 300 രൂപ, വെളിച്ചെണ്ണ 230 രൂപ, പിന്നെ ന്യൂസ് പേപ്പർ വിൽക്കണമായിരുന്നു, ന്യൂസ് പേപ്പർ വിറ്റു. പിന്നെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് കൈ മുഴുവൻ പൊരിഞ്ഞു പോയി, ഭയങ്കര വെയിലാണേ. അപ്പം കുറേ ആയില്ലേ മുഖത്ത് വല്ലതും തേച്ചിട്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ കാണിക്കും, ഞാൻ തേക്കുമ്പോൾ ഉടനെ വന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കാണിക്കും. കാരണം ഒരു വീഡിയോയും ആകും, നിങ്ങൾക്കത് ഉപകാരമാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം അറിയാലോ, കുറേ ആയി ചെയ്തിട്ടെ. അപ്പോൾ ആ കഴുത്തേല് ഞാൻ പിന്നെ തേച്ചോളാം. ഇപ്പം മുഖത്ത് കാണിച്ചു തരാം. ഇതതുകൊണ്ട് ഇത് ഊരുന്നില്ല, പോയിട്ട് വന്നേ ഉള്ളൂ. പിന്നെ അന്നേരം നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ അന്നേരം നിങ്ങളെ കാണിക്കുന്ന ഈ സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതൊക്കെ തേക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ എപ്പോഴും ഒന്നും ഇതൊന്നും തേച്ചുകൊണ്ട് നടക്കില്ല. ഞാനത് എപ്പോഴും പറയത്തില്ലേ, ഒന്നാം സമയമില്ല, പിന്നെ മടി ഏതൊക്കെ കുഴച്ച് തേച്ചും പിന്നെ വീഡിയോ വരുമ്പോൾ ഉടുപ്പ് മാറണം, വീട്ടിൽ നിൽക്കുന്നത് പോരാ, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ ഇന്നലെ എന്നെ രാത്രി 8 മണിയായപ്പോൾ ഒരു മോള് 40 വയസ്സുണ്ട് അവൾക്ക്, ഒരു മോള് വിളിച്ചിട്ട് ചോദിച്ചു, ജോമാൻറ്റി ഇപ്പം ക്രിസ്മസ് സീരീസ് എല്ലാം ഞാൻ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതാണ്. അപ്പം ഞാൻ ക്രിസ്മസ് സീരീസ് എല്ലാം കാണുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണുന്നുണ്ട്. ജോമാൻറ്റി ഭയങ്കരമായിട്ട് ഈയിടെ അങ്ങ് മെലിഞ്ഞു, നല്ല സ്ലിമ്മായി, ബ്യൂട്ടിയായി. അപ്പോൾ എന്നോട് ചോദിച്ചു, പെരുന്നാളും കാര്യം ആരാണെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ജോമാൻറ്റി വെളുക്കാനല്ല, എന്നെ വലിയ കാര്യമാണ്, എനിക്കും ഇഷ്ടം. അപ്പം എന്നാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ കരിവാളിപ്പം പുള്ളി ഒത്തിരി വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയുടെ ചേഞ്ചിങ്ങും എല്ലാം അവിടെ വെച്ച് നല്ല ഇതാവും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങ് ഭയങ്കര കരിവാളിപ്പ് പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പണ്ട് ചെയ്തില്ലേ വെളുത്തു പാറണമെന്ന് ചോദിച്ചൊരു വീഡിയോ ചെയ്തില്ല. അതിനകത്ത് 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ തൈരും കടലമാവും. ഞാൻ പറഞ്ഞു തൈരും കടലമാവും തേച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ തക്കാളി അരച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കടലമാവോ അരിപ്പൊടിയോ ഇട്ട് അത് തേക്കാൻ പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ രക്തേന്തനും തേനും, അത് നമ്മുടെ കരിമങ്കരിയൊക്കെ പോകാനുള്ളത്. അപ്പം ഇതേതേലും മുളക് തേച്ചോളാൻ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ രാവിലെ പോയിട്ട് ഇങ്ങനെ വന്ന് ടാൻ അടിച്ചപ്പോൾ ഞാൻ ഓർത്താണ്
മുഖത്തൊക്കെ തേച്ച് കാണിക്കാം. കയ്യിലും കാലേ ഷൂ ഇട്ടതുകൊണ്ട് കാലിന് കുഴപ്പമില്ല, എന്നാലും തേക്കാം, മിച്ചം ഉണ്ടാവുമല്ലോ. വലിയ ബോളൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമുക്കൊന്ന് എടുത്തിട്ട് മുഖത്തിപ്പം തേച്ച് കാണിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴുകി കഴിയുമ്പോൾ അരമണിക്കൂർ വെച്ചിട്ട് കഴുകി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഉടുപ്പെല്ലാം മാറിക്കളഞ്ഞ് കുളിക്കാൻ പോകത്തില്ലേ. കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ മുഖത്തും കയ്യിലും കാലിലും ഇത് തേച്ചിട്ടുള്ളതുകൊണ്ട് അത്രയും ഭാഗത്ത് സോപ്പ് തേക്കില്ല. ഇന്നത്തെ ദിവസം സോപ്പ് തേക്കാതെ പയറുപൊടിയുണ്ട്, അതിട്ടങ്ങ് തേച്ച് കുളിക്കുക ഇന്ന്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് ടിപ്സ് ചെയ്തിട്ട് സോപ്പ് ഉപയോഗിക്കില്ല. പയറുപൊടി ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ അപ്പോൾ ഇതിവിടെ നമ്മുടെ ടിപ്സിൻ്റെ ഒക്കെ സംഗതികൾ, ടിപ്സിൻ്റെ കാര്യങ്ങൾ, ഹെയറിൻ്റെയും പിന്നെ മുഖത്തിൻ്റെ ഒക്കെ ടിപ്സിൻ്റെ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പം നല്ലതായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് ഈ ടൗണിൽ പോയിട്ട് വന്നിട്ട് അതെല്ലാം അങ്ങ് കളയണ്ടേ. അങ്ങനെ പോകണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാം. കുറച്ച് കാര്യങ്ങളുണ്ട്, കാണിച്ചു തരാം. ഏറ്റവും എനിക്കിഷ്ടമുള്ളത് തൈര്. തൈര് നമ്മളുടെ വൈൻ കണ്ടോ, രാവിലെ ഇറക്കി വെച്ചിട്ടൊക്കെയാ പോയെ. കോരാൻ തവി എടുക്കട്ടെ. ആദ്യമേ തൈരെടുക്കുക. കൈ മുഖത്തിനത് മതി, കൈക്ക് മതി, കാലിന് മതി. ഞാൻ തന്നെ ഉറവിച്ച വരുന്നേ, കാണാവോ? ഈ ഒരു തക്കാളി ഉള്ളത് ഒപ്പം നമ്മളുടെ ഇന്നാണ് ക്രിസ്മസ് സീരീസിന്. ഇനിയിപ്പോൾ ഞാൻ എപ്പം വീഡിയോ എടുക്കുമെന്നോർത്ത് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നത്തെ എടുത്ത് നാളെ ഇടും, അല്ല അപ്പം എന്നാ എടുക്കുന്നത്. ഇന്ന് ഒരെണ്ണം വേറെ ചെയ്തിട്ട് പാചകം അതിനുള്ളതൊക്കെ കാര്യങ്ങൾ റെഡിയാക്കുന്നു. കടക്കാരനാണെങ്കിൽ വരാൻ താമസിക്കുന്നു. വന്നിട്ട് വേണം എനിക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടാനുണ്ട്. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞ് വേണം എനിക്ക് ചെയ്യാൻ. തക്കാളി എടുക്കാൻ പോയാണേ, കഴുകാൻ പോയതാ. ഇതൊന്ന് നമുക്ക് അടിക്കണം. തക്കാളി എന്നാ നല്ല മിടുക്കാനാണെന്നറിയാവോ? പണ്ട് വെല്ലുമ്മച്ചി ഒപ്പൻ്റെ അമ്മ പഞ്ചസാര സോസറിലിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞ് മുക്കി തിന്നാൻ പറയും. വെളുക്കുമെന്ന് പറയും. വെല്ലുമ്മ ഭയങ്കര വെളുത്ത. തക്കാളി ഒന്നടിക്കാവേ. ഇന്ന് ഞാനൊരു പാചകം, കടക്കാരൻ വന്നു. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. വിളിച്ച് മടുക്കുക. ഞാൻ പോയിട്ട് വന്നാ. ഞാനേ പിന്നെ മാർക്കറ്റിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ട്യൂട്ടി ഫ്രൂട്ടി കിട്ടിയോ? കൊണ്ടേടിക്കട്ടെ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 27 ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. എടുത്ത് വെച്ചു. 28, 29 വരുന്നേ. കൂട്ടിലുണ്ടോ നോക്കട്ടെ. കൂട്ടിലുണ്ടോ നോക്കട്ടെ. 29 കഴിഞ്ഞേ. 29 കുറയ്ക്കാണ്. ഇപ്പൊ 29 കുറച്ചിട്ട് ഞാൻ ഗൂഗിൾ തരും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഇവിടെ ലഭില്ലേ? അതൊക്കെയാണേ. ഈ മൊത്തം മുട്ട കൊടുത്തു. എനിക്കൊരെണ്ണം വേണമായിരുന്നു. അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നാളത്തേക്കുള്ള ഡിഷിനുള്ള സാധനങ്ങൾ കൊണ്ട് തന്നു. വലിയ സാധനമൊന്നുമില്ല, ഒറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണമായിരുന്നു. അപ്പം അതാണ് ഇന്നലെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇന്നലെ അവർ പെട്ടെന്ന് ഇന്നലെ കുറച്ച് സാധനം കൊണ്ട് തന്നു. ഈ ഒരു സാധനം ഇല്ല. അപ്പോൾ എനിക്ക് ഇന്നലെയും വീഡിയോ ഇന്നത്തേക്കുള്ളത് ഞാൻ ഇന്നലെ ചെയ്തങ്ങ് വെക്കാമെന്നൊക്കെ ഓർത്ത് ഇന്ന് മാർക്കറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും കിട്ടിയില്ല. ഇന്നും ഞാൻ പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് ഇന്നും കിട്ടിയില്ല. ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ 1 മണിയോളം ആയില്ലേ? 1 മണിയല്ല, ഏതാണ്ട് 12:30 അങ്ങനെയായി. പോയിട്ട് വന്നപ്പോൾ തന്നെ 11:30. അപ്പോൾ ഇത് അരച്ചു. ഇനി നമുക്ക് ഒരു മുട്ട. ഞാൻ ഇതെല്ലാം കൂടെ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതന്നെ ഇവിടെ ലോകത്തോളം മുഴുവൻ ഇടുവാണോ? അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ നല്ല സൂപ്പർ സാധനം. തക്കാളി ഒരെണ്ണം എടുത്തു, കുറച്ച് തൈര് എടുത്തു, കുറച്ച് തേൻ എടുക്കുന്നു. എല്ലാം ഓർത്ത് വെച്ചോണം, നോക്കണം. ഞാൻ വേണേൽ നോക്കട്ടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. 1 ടേബിൾ സ്പൂൺ
ഞാനേ ബുക്കിലോട്ട് എഴുതി ഇടാം. അതിനാക്കിയിട്ടേനെ അവരും കൊണ്ടുവന്ന ബില്ലിൻ്റെ അങ്ങോട്ട് എഴുതിയിടാം. ആദ്യം നമ്മൾ എന്നാ ചെയ്തേ, ആദ്യം തൈര്, തക്കാളി, തേൻ, മുട്ട. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു തുള്ളി തക്കാളി ഇടാണ്. എനിക്ക് അങ്ങനെയൊക്കെ ദേഷ്യം, അങ്ങനെയൊന്നും എനിക്കിഷ്ടം, ഭയങ്കര ദേഷ്യം വരും. കടലമാവ് ഒരു ടേബിൾ സ്പൂൺ മതിയേ, ഒരു ടേബിൾ സ്പൂൺ മതി, കണ്ടമാനം ഒന്നും വേണ്ട. പിന്നെ പാൽപ്പൊടി എല്ലാം ചെയ്തിട്ട് എന്നോട്ട് ഒരു ടീസ്പൂൺ പാൽപ്പൊടി. ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവേ. ഇതേ പൂത്തു പോയാൽ നമ്മുടെ മുഖം പൂക്കും. പിന്നെ അവിടെ അരിപ്പൊടി, നമ്മുടെ കൊറിയൻ സാധനം അരിപ്പൊടിയൊക്കെ ഇട്ടില്ലെങ്കിൽ വെളുക്കാൻ. പിന്നെ വിറ്റമിൻ ഇ ഓയിൽ, നിങ്ങളൊക്കെ ഇതൊക്കെ വട്ട കാണിക്കുന്നുണ്ടില്ലേ എന്നൊക്കെ. നോ ഒരു വട്ടവും ഇല്ല, എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഒരു വിറ്റമിൻ ഇ അല്ലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു. ഇനി ആയിസി വെളുത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്, അതിനാണ്. പിന്നെ ഇവിടെ കാണുന്നതെല്ലാം പെറുക്കി ഇടുവാന്നാ. യെസ്, കാണുന്നതെല്ലാം പെറുക്കി ഇടുക. വേണമെങ്കിൽ മതി, കാരണം വെളുക്കണമെങ്കിൽ ചെയ്തോണം. ഇനി മേലെ കരഞ്ഞോട് വന്നേക്കരുത്. കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ സാധനം, മോൺബെയർ കുറച്ച് മതി. യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ക്രീം കളറിലായിരിക്കണം കേട്ടോ. അത് പിന്നെ ഇവിടെ നല്ല എടുത്തില്ലേ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എടുക്കുന്നത്. എടുത്തു. നമ്മുടെ രക്തചന്ദനം, ഇത് ഉറപ്പായിട്ട് പറയാം, എനിക്ക് വട്ടാമേ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഒരു സാധനം കുറവുണ്ട്, ചന്ദനപ്പൊടി. ഇത് രക്തചന്ദനമല്ലേ. ഇനി അടുത്തത് ചന്ദനപ്പൊടി എൻ്റെ കയ്യിൽ തീർന്നു പോയി. അതോ ഞാൻ മറന്നുപോയോ മേടിക്കാൻ, ഞാൻ മേടിച്ചിട്ടില്ലേ ഇതുവരെ എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ട്. ഇത് നമ്മളുടെ സൂപ്പർ ഐറ്റം മുൾത്താണി മിട്ടി. ചന്ദനപ്പൊടി ഇല്ലേ, സാൻഡൽ പൗഡർ, അത് വേണം കേട്ടോ, സൂപ്പറാണ്. അത് പക്ഷേ ഇല്ല. മുൾത്താണി മിട്ടി ഇതെല്ലാം കൂടെ തേച്ചിട്ട് നിങ്ങൾ എന്നോട് എന്നാ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസം തേക്കുന്നതിൽ നല്ല ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുഴച്ച് വെച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് അങ്ങ് തേച്ചാൽ മതിയല്ലോ. ഇനി നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ എന്നാ സാധനമാണെന്നറിയോ, അതൊരു 1/4 ടീസ്പൂൺ മതിയേ. പിന്നെ നമ്മുടെ റോസ് വാട്ടർ, ഇത് കൂടിയതാണ്, ഖാദി നാച്ചുറൽ കൂടിയതാണ്, ഓൺലൈന്. അപ്പോൾ അതൊരു ടീസ്പൂൺ. പിന്നെ പറയാം അത് അതിനകത്ത് നോക്കട്ടെ, ചന്ദനപ്പൊടി ഉണ്ടോന്നേ. ഇല്ല. അപ്പോൾ ചന്ദനപ്പൊടി മേടിച്ച് അതുകൂടെ ഇട്ടോണേ, സൂപ്പർ. മുട്ടയുടെ വെള്ളം ഇവിടെ നോക്കിയിരിക്കുക. പിന്നെ ഇത് ഓറഞ്ച് പൗഡർ, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച്. ഇത് പക്ഷേ ഞാൻ മേടിച്ചതാ കേട്ടോ, ഓറഞ്ച് പൊടി. അയ്യോ എന്നാക്കി ഇട്ടെന്നുള്ള എഴുതാൻ മറന്നുപോയി. ഓറഞ്ച് പൗഡർ, കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, മുൾട്ടാണി മിട്ടി, മിൽക്ക് പൗഡർ, അരിപ്പൊടി, കടലമാവ്, ഇത്രയേ ഉള്ളൂ. നീ മറന്നുപോയെങ്കിൽ നിങ്ങളെ അതൊന്ന് നോക്കണം. ഭയങ്കര സൂപ്പർ ഇതെല്ലാം കൂടെ എനിക്ക് വരുന്നേ. ഇതുണ്ട് അമുക്കുരം പൊടി, അശ്വഗന്ധ പൗഡർ. ഇതെന്നാന്നറിയാം, നമുക്ക് ഡ്രൈ സ്കിൻ വല്ലതും ഉണ്ടെങ്കിൽ, ഇത് മോൻ വാങ്ങിച്ചു വെച്ചിരുന്നാണ്. അവൻ ഇത് ജിമ്മിൽ പോയ സമയത്ത് ഇത് ഏതാണ്ട് പാലിനകത്ത് കലക്കി എന്തോ അവർക്ക് കുടിക്കാനായിട്ട് പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്തിട്ട് ജിമ്മിലെ സാറേ, അപ്പം അങ്ങനെ വാങ്ങിച്ചു വെച്ചിരുന്നു. എന്നിട്ട് അത് ഫ്രീസറിൽ അവൻ ഇത് എന്തോ കൽപ്പം അങ്ങനെ എങ്ങാണ്ടാ. അപ്പൊ അവൻ ഇത് പിന്നെ അവർക്ക് ഇങ്ങനെ ഓരോ ഫുഡ് പറയുമല്ലോ. ഇത് കണ്ടോ, പ്രോട്ടീൻ പൗഡറിന്റെ ബിഗിനേഴ്സ് പ്രോട്ടീൻ മസിൽ ബ്രേസ് കണ്ടോ, അങ്ങനെ ഒരിതൊക്കെ മുഴുവൻ കഴിച്ചതോ. എന്നിട്ട് ജിമ്മിൽ പോയപ്പോഴേ അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് മേടിച്ചു കേട്ടോ. ഇത് ടൗണിൽ മരുന്ന് മറ്റേ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് മുഖത്തും തേക്കാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത ആദ്യം കേൾക്കും മുഖത്ത് വെച്ചോളം മുഖം കളയാനൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുന്നതൊക്കെ. പിന്നെ ഞാൻ എന്നെ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കും. അപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം നമ്മൾ പാലിനകത്ത് കഴിക്കുകയും ചെയ്യാം, പിന്നെ ഇത് മുഖത്ത് തേക്കുകയും ചെയ്യാം. തേനിനകത്തൊക്കെ സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഫുള്ള് പോകും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊരു ചാരിട്ടേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു കേട്ടോ. ഇത് 100 ഗ്രാം 120 രൂപയാണ്. അപ്പൊ ഇത് നമുക്കൊരു ശാല ഇട്ടേക്കാം. യേശുവേ കാത്തോളണേ. ഗൂഗിൾ ചായം പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്കിടാം.
ഒരു ടീസ്പൂൺ ആദ്യമായിട്ടാണ് സ്തോത്രം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലുണ്ടല്ലോ കേൾക്കാതിരിക്കാൻ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, കേരള തനിമ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചാലേ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെളുത്തില്ലെങ്കിൽ വീട് കയറി തല്ലിക്കോ കേട്ടോ. മുട്ടയൊന്ന് അടിച്ചോട്ടെ, ഒന്ന് അടിച്ചോട്ടെ. ഇത്രേ സാധനം തേച്ചിട്ട് ഇനി നിങ്ങൾ വെളുത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റം ഒന്ന് കറക്കി എടുത്ത് എല്ലാ ദിവസവും കറക്കാൻ മടിയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് ഡപ്പായിലിട്ട് സൂക്ഷിച്ച് അടച്ച് വൃത്തിക്ക്, തുറന്നൊന്നും പറ്റില്ല, അടച്ച് വൃത്തിക്ക് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഇന്ന് ചിലപ്പം ഈ വീഡിയോ ആയിരിക്കും ഇടുന്നത് ക്രിസ്മസ് സീരീസിൽ എന്ന് പറഞ്ഞ്. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ മറ്റേ വീഡിയോ എടുത്ത് പെട്ടെന്ന് ഇനി അത് ഉണ്ടാക്കി ഒക്കെ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ 16 മണിക്കൂർ എടുത്ത് ഇതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് തോന്നിയില്ല ഇന്ന് എനിക്ക് ക്രിസ്മസ് സീരീസിന് കുക്കിംഗ് ഇടാൻ പറ്റുമെന്ന്. ഞാനാണെങ്കിൽ ഇന്നലെ തൊട്ട് പറയണം കൊണ്ടുതരാൻ, അത് തന്നില്ല. ഒരു തിരക്കാട്ടോ, അവിടെ ഏതാണ്ട് വീട് മാറുന്ന തിരക്കാണ്, വാടകയ്ക്കുണ്ടാവും. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യർക്കെല്ലാം തിരക്കല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നല്ലോ എന്നുള്ളൊരു ഒരാശ്വാസം. അപ്പം ഇതിനകത്ത് എന്തെല്ലാം ആണെന്ന് മനസ്സിലായല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയാണ് നമ്മൾക്കൊന്ന് നല്ലതായിട്ട് ഇതായി വരാനായിട്ട് താമസം. കാരണം ഞാൻ പിന്നെ അതങ്ങ് അടിച്ചിട്ടു. ബാക്കിയെല്ലാം പിന്നെ ഇതിനകത്ത് കണ്ടല്ലോ. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ച വ്യക്തി, മോള് പേര് പറയത്തില്ല, രോമയാൻറ്റി നിനക്ക് വേണ്ടി ഈ സമയം ഇല്ലാത്തപ്പോൾ കാണിക്കുന്നു. ഇത്രയും സാധനം പോയി എളുപ്പം പോയി അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങാടിക്കടയിലോ മാർക്കറ്റിലോട്ട് വിട്ടു. ബസ്സേലെ മാർക്കറ്റിലോട്ട് പോയി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ഇത്രയും സാധനങ്ങളെല്ലാം മേടിച്ച്, ഓറഞ്ചിന്റെ പൊടി ഇല്ലെങ്കിൽ ഓറഞ്ച് മേടിച്ചിട്ട് അത് സ്ക്യൂസറി വെച്ച് നമ്മൾ മറ്റേ സാധാ ഇല്ലേ നമ്മുടെ നാടൻ സാധനം ഇതിനകത്ത് വെച്ച് പിന്നീട് ആ നീരാനീര് ഒഴിച്ചാൽ മതി കേട്ടോ. തൊലിയാണ് നല്ലത്. തൊലി നമ്മൾ ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുന്ന പൊടിയായത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെച്ചാൽ. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ, ഇതിനകത്തൊക്കെ കെമിക്കലൊക്കെ കാണും. പിന്നെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഒത്തിരി സംസാരിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ. പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ വെളുത്തു ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ പിന്നെ ഇതുകൂടെ ഒന്ന് ഉൾക്കൊണ്ട് കുഴപ്പമുണ്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് തേക്കാം. വീഡിയോ ഓൺ ചെയ്തോ. ഓണം. അപ്പോൾ ഇതാ തേക്കാവേ, അറിയിക്കാവേ. മൊത്തോട്ടിരിക്കും. അപ്പോൾ കുഴപ്പമുണ്ടോ? ആർക്കറി മിക്സ് ചെയ്തേ. വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇളകട്ടെ, എല്ലാം ഒന്ന് ഇളകട്ടേന്ന് വെച്ചാൽ ഇനി നമുക്ക് അങ്ങോട്ട് മുഖം വേർതിരിക്കുന്നല്ലേ. മുഖം നല്ല സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ കഴുകിയതാ, പിന്നെ ഇതങ്ങ് വേർത്തു വന്നപ്പോഴേ എവിടെ പോയിട്ട് വന്നാലും കാലും കൈ മുഖം സോപ്പിട്ട് കഴിയും. ഒന്നുകൂടെ ചെളിയില്ല കേട്ടോ. അപ്പോൾ തേക്കാം. യേശുവേ സ്തോത്രം. ഒഴുകി ഇതെനിക്ക് കുറേ ദിവസം തേക്കാനുണ്ട് കേട്ടോ. എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്ന സാധനം ഇത്. അപ്പോൾ നമ്മളിത് തേച്ചിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങുമല്ലോ. മുട്ട നമ്മൾ ഇതിനകത്ത് ഓരോന്നിൻ്റെയും ഗുണം പറയും. മുട്ട നമ്മൾ ഇതിനകത്ത് ചേർത്തില്ലേ, അത് നമ്മുടെ സ്കിൻ ടൈറ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ളതാ. പിന്നെ ബ്രൈറ്റ് ആവും കേട്ടോ. പിന്നെ തേൻ, ഈ കരിമുങ്കല്യം പോകാൻ ഏറ്റവും നല്ല തേൻ, കസ്തൂരി മറ്റേതും രക്തേന്തിനും. പിന്നെ അവിടെ കസ്തൂരി മഞ്ഞൾ വെളുക്കാൻ നല്ലതാണ് പാളൊക്കെ പോകാൻ. പിന്നെ ചന്ദനപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടില്ല, ചന്ദനപ്പൊടി സൂപ്പറാണ്. മുൾത്താനുമുട്ടി സൂപ്പറാണ്, കിടുക്കാച്ചി. പിന്നെ വേറെ തക്കാളി ടാൻ പോകാൻ. പിന്നെ പാൽപ്പൊടിയും അരിപ്പൊടിയും കടലമാവ് ഇതൊക്കെ വെളുക്കാൻ. പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മുടെ പാളൊക്കെ പോകാനും ഡ്രൈ സ്കിൻ പോകാനും അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ വേറെ എന്തുവാ എല്ലാം ഇട്ടിട്ടുണ്ട്. ഓറഞ്ച് പൊടി അത് വെളുക്കാനാണ്. അശ്വമേധോ അത് ഞാൻ പറഞ്ഞില്ലേ, അമുക്കുരം അത് സ്കിന്നിൻ്റെ സർവ്വ കണ്ണി പോയോ എന്നൊരു സംശയമുണ്ട് ഓക്കെ. പോയോ കുഴപ്പമില്ല. അശ്വഗന്ധം നമ്മുടെ സർവ്വ സ്കിന്നിൻ്റെ സർവ്വ ഡാമേജസും സർവ്വ ഇതും പോകുന്ന കേട്ടോ. എന്നാ വെച്ചാലും ചുണ്ടേ തേക്കാവേ, കുഴപ്പമൊന്നുമില്ല. അന്നേരം ചുണ്ടിൻ്റെയും ടാനൊക്കെ അങ്ങ് പോകും. എല്ലായിടത്തും ആയല്ലേ? ആയോ? ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ എന്നാക്കിയാൽ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി എഡിറ്റ് ചെയ്യാൻ നേരം എനിക്ക് പകുതി തല കാണത്തില്ല.
എന്നാ ഊളിയാ ഞാനെന്നറിയാം. അങ്ങനെയൊക്കെ നമ്മുടെ ക്രിസ്മസ് സീരീസിലൊക്കെ ഇല്ലേ സാരി എടുത്തോണ്ട് അവിടെ നിൽക്കുന്നത്, പകുതി തല കാണത്തില്ല. സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനങ്ങ് പോയി നിൽക്കുവേ. അത് കാണാവോ ഇല്ല, ഞാൻ ചെക്ക് ചെയ്യുമോ ഒന്നുമില്ല. അയ്യോ ഇങ്ങനത്തെ ഒരു മണ്ടി കൂശ്മാണ്ടം. എടുക്കുക, വെക്കുക, പറയുക, കട്ട് ചെയ്യുക, ഇതാ പരിപാടി. അയ്യോ ഇനി ഇത്രയും ഭാഗത്തിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുളിക്കാൻ നേരം കൈയും കാലും ദേഹം ഫുൾ അങ്ങ് തേക്കാം. എല്ലാ ദിവസവും ഇതുപോലെ അങ്ങ് ചെയ്തു. ഫുൾ ദേഹവും മുഖം തൊട്ട് പാദം വരെ എല്ലാം വെളുക്കും. ഇപ്പം ഞാനൊക്കെ തേച്ച് എപ്പോഴും ഇങ്ങനെ ചെയ്തിരുന്ന എന്നെ ആയേനെ. ചെയ്ത കാലത്തൊക്കെ നല്ലതായിരുന്നു. അന്നത്തെ ഗുണമേ ഉള്ളൂ ഇപ്പോഴും. അല്ലാതെ ഒരു വക ഒരു സാധനം മറന്നുപോയി. കറ്റാർവാഴ മുറ്റത്ത് നിൽക്കുന്ന ജെല്ലെടുത്തോണ്ട് വന്ന് തക്കാളിയിലൂടെ അരയ്ക്കണമെന്ന് ഓർത്താം വിട്ടുപോയി. അതുകൂടെ ഇട്ടോ കേട്ടോ നിങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ അതായിട്ട് നിങ്ങളെ കുറപ്പിക്കുന്നില്ല. കണ്ണിൽ പോയി ഇനി അടച്ചു പിടിക്കാം. കുറച്ച് നേരം അടച്ചു പിടിക്കാം. എനിക്ക് ജോലി ചെയ്യാനുണ്ട്. ഇത് കഴിച്ചുകൊണ്ട് ജോലി ചെയ്യണം. വേറെ പ്രത്യേകിച്ചില്ല. എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ഇത്രയും ചെയ്തൊന്ന് എഡിറ്റ് ചെയ്യണം. കണ്ണ് വേണ്ടേ, കണ്ണ് തുടയ്ക്കാം. എല്ലായിടത്തും ആയില്ലേ. ചെവിക്കകത്ത് പോകാതെ ചെവിയിലും പുറത്തും ഒക്കെ ഇട്ടോണേ. നേരം നമ്മുടെ ടാനെല്ലാം പോട്ടായി. ഇപ്പോൾ ഇത് കുഴപ്പമില്ല, കറയുള്ളൊന്നും ഇല്ലല്ലോ. കറയുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷയമില്ല. എന്നാലും പേടിയൊന്ന് കറയുള്ളൊന്നും ഇല്ലല്ലോ. ഈ പെടലിയാ നമുക്കങ്ങ് അല്ലാതെ പെട്ടെന്ന് ഈ ഹോർമോണിൻ്റെ പ്രശ്നം നമുക്ക് ഈ എന്നേലും ഒന്നൊരു മീറ്റോ ഒക്കെ കൂട്ടി പോയാൽ അന്നേരേ പ്രശ്നം വരും. പിന്നെ നമുക്ക് വല്ലതും ഇച്ചിരി എന്തേലും ഒരു ഹോർമോണിൻ്റെ പ്രശ്നത്തിനാണ് ഈ പെടലി കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം. പിന്നെ ഈ ഡൈയും അത് മറ്റേ മൈലാഞ്ചിയൊക്കെ തേക്കുമ്പോൾ മുടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒഴിച്ചൊക്കെ വന്നാൽ അവിടെ എല്ലാം ഒരു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും മതി. കണ്ണ് കുഴപ്പമില്ല, മതിയല്ലേ. ചുണ്ണടിയാണ്, എല്ലാവരും ചുണ്ണടിയാണ് തേക്കണം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണണം എല്ലാവരും. ചുമ്മാ കാണാതിരിക്കില്ല. ജോമാസ്വേഡ് മെഡിക്കായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. മെഡിക്കുകയാണ്, എല്ലാ വീഡിയോയും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ പ്രീതിക്കൊച്ച് പറഞ്ഞു അച്ചപ്പവും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പണ്ട് കാലത്തൊന്നും. അവർ വിളയിച്ചതിൻ്റെ ഇട്ടപ്പോഴേ ശരിയാ, അതൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് ചെയ്യണം. നെയ്യപ്പം ചെയ്യണം അല്ലേ, എല്ലാം ചെയ്യണം. ചുരുട്ട് കൊള്ളപ്പം, ചുരുട്ടിന് നമുക്ക് അതിൻ്റെ മണ്ടകയില്ല, മണ്ടക അത് ചുട്ടുന്ന എൻ്റെ പുറത്തെ കോള അത് കിട്ടണം. അതെവിടെ കിട്ടുന്ന എനിക്കറിയത്തില്ല. എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങൾക്കൊക്കെ കേറ്ററിങ്, അവർക്ക് ഇതിൻ്റെ ബിസിനസ് ഇഷ്ടംപോലെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നെ. അപ്പം ഇപ്പം അത് ചുട്ട് ചെയ്യുന്നില്ല. അന്നേരം മണ്ടക എവിടെ കിട്ടുമെന്ന് അപ്പം എൻ്റെ പെങ്ങളെ വിളിച്ച് ചോദിക്കണം. മെനക്കേട് ഔലൂസ് പറക്കണ്ടേ. ഔലൂസ് താഴേന്ന് വെള്ളോട്ടെ, ഇവിടുന്ന് താഴേന്ന് വെള്ളോട്ടെ. ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ വെക്കുക. കാരണം ഇവിടെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴേ നമുക്ക് വണ്ണമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങും. അതിന് ഈ മുട്ടയുടെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും മുഖത്ത് ഇടുവാണെങ്കിൽ ഈ തൂങ്ങൽ ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ അരിപ്പൊടി നല്ല തൂങ്ങൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ. എന്നാൽ ഇത് ചെന്നേരം ഉരച്ചുകൊണ്ടിരുന്നിട്ട് അത് ഉണങ്ങുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. വിശക്കുന്നു. അപ്പോൾ കൊണ്ടുവന്ന സാധനമൊന്നും എടുത്ത് വെച്ചില്ല, പച്ചക്കറിയൊന്നും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലല്ല ഇരിക്കട്ടെ. എനിക്ക് കുളിക്കാനായിട്ട് പോകുമ്പോൾ എല്ലാം തേക്കാലോ. അതുവരെ ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും കഴുകിയിട്ടൊക്കെ കാണിക്കാവേ മുഖമേ. അപ്പോൾ എല്ലാവരും മെഡിക്കലായിട്ട് വീഡിയോ എല്ലാം കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. കഴുകിയിട്ട് നമുക്ക് കാണാം. അരമണിക്കൂർ വെച്ചു കേട്ടോ. അതായത് നല്ല വലിഞ്ഞിങ്ങനെ മുട്ടയുടെ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞ് നല്ല പിടിച്ചു വരും. ഇത് തേച്ചോണ്ട് മിണ്ടല്ലേ, ചുളുങ്ങും. അപ്പോൾ നമുക്ക് നല്ലൊരു ഇങ്ങനെ ഡ്രൈ ആയി ഇങ്ങനെ വരത്തില്ലേ, അപ്പോഴത്തേക്ക് നമ്മളങ്ങ് കഴുകിക്കാം കേട്ടോ. അല്ലേ ചുളുങ്ങുവേ, സ്കിന്നെ ചുളുങ്ങും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വലിഞ്ഞ് കഴിയുമ്പോഴേ ഫോണെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇരിക്കട്ടെ. കൈ സൂക്ഷിക്കുന്നേ ഇല്ല, അതുകൊണ്ട് എനിക്ക് കൈ അങ്ങ് വല്ലാതെ ഇരിക്കുന്നത്. കൈ ഞാൻ സൂക്ഷിക്കുന്നേ ഇല്ല. എന്നാൽ എനിക്ക് വിം ലിക്വിഡ് അലർജിയാണ്. അത് തേക്കുമ്പോൾ എൻ്റെ കൈ കറക്കും, കൈപ്പത്തി കറക്കും. അപ്പോൾ ഫോൺ അങ്ങനെ കുത്തും. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാ കഴുകിയിട്ട് വന്നു. തുടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചില്ല. നിങ്ങൾ പറയും ഞാൻ വല്ലോ കണ്ണിനകത്ത് പോയിട്ട് ഞാൻ വല്ലോ പൗഡർ ഇടുവോ അല്ലെ വേറെ വല്ലതും ചെയ്യും. ഞാനങ്ങനെ മേക്കപ്പുകളൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. ഞാൻ ആകെപ്പാടെ വല്ലോടത്തും പോകുമ്പോൾ ഒരു ശകലം പൗഡർ, ഇപ്പം മഞ്ഞുകാലമായിട്ട് പൗഡർ ഇടുന്നില്ല, ക്രീമുകളൊന്നും തേക്കാറില്ല, വേറെ ഒരു സംഗതിയും ഞാൻ ചെയ്യാറില്ല കേട്ടോ. വാസ്തവമായി പറയുക. അപ്പം വേണ്ടേ ഞാൻ തുടയ്ക്കാതെ വന്നത് എന്നാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ പോയി പൗഡർ ഇട്ടുകൊണ്ട് വന്നതാന്ന്. അതുകൊണ്ട് ഇതാ കണ്ടോ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒപ്പിയെടുക്കുകയും ചെയ്യാവുള്ളേ. കണ്ടോ നിങ്ങൾ കണ്ടോ നോക്കി. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പം, അടുക്കളയിൽ നിന്ന് എടുത്തപ്പം നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ടാനൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ. അതുകൊണ്ട് എന്നെ സോഫ്റ്റാന്നറിയാം എല്ലാം. കണ്ടോ കയ്യിലും തേച്ചായിരുന്നു. കണ്ടോ കയ്യിൽ ചുമ്മാ ഒന്ന് തൂത്ത് വിട്ടേ ഉള്ളൂ. അതിൻ്റേതായ മാറ്റങ്ങൾ എനിക്ക് ആ വെയിൽ കൊണ്ട് എൻ്റെ ആ ടാനിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ ഇല്ലേ, അത് എനിക്കങ്ങ് മാറിക്കിട്ടി
നല്ല സൂപ്പർ അല്ലേ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറയിലത്തെ കഴുകാൻ മറന്നുപോയി, ഇതിൻ്റെ പുറയിൽ ഇപ്പോൾ കുളിക്കാൻ പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.